നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മോസറല്ല ചീസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ പിസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ മോസറല്ല ചീസ് ഉണ്ടാക്കാം. കണ്ടോ, അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു മോസറല്ല ചീസിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ്. കണ്ട ഈ ഒരു സാൻഡ്വിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കിയ മോസറല്ല ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ചിക്കൂസ് ഡൈന്റെ 2021 മെയ് മാസത്തെ ഗിവ് അവേ വിന്നർ ആരാണെന്ന് സെലക്ട് ചെയ്യണം. അത് എനിക്കറിയില്ല, നമ്മളിനിപ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ മെയിലുകൾ അയച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് പേര് മെയിലുകൾ അയച്ചിട്ട് ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിപ്പോയ ഒരു കാര്യമാണ്. ഇപ്രാവശ്യമാണ്, ഇതിനു മുമ്പൊക്കെ ഗിവ് അവേ നടത്തിയപ്പോൾ ഒന്നും ഇത്രയും അധികം മെയിലുകൾ വന്നിട്ടില്ല. ഇപ്പൊ ടോട്ടൽ വന്ന മെയിലുകളുടെ എണ്ണം ഞാനിപ്പോ പറയാം. അപ്പൊ ഇതാ 28,334 മെയിലുകളാണ് വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ @gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് വന്നിട്ടുള്ള മെയിലുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. മറ്റേതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിലേക്ക് അയച്ച കുറെ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിലല്ല അയക്കേണ്ടത്, മറ്റേതിൽ അയക്കണമെന്ന്, മറ്റേ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള മെയിലിലേക്ക് അയക്കണം എന്നുള്ളത് കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മാറിപ്പോയവരും സാരമില്ല, അടുത്ത മാസങ്ങളിലൊക്കെ അയച്ചാൽ മതി. അപ്പൊ നമ്മൾ ഗിവ് അവയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഓരോ മാസവും ഓരോ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇത്രയധികം മെയിലുകൾ വന്ന സ്ഥിതിക്ക് അതിൽ നിന്ന് ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുക്കുന്നത് ഒരു വിഷമമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരാൾക്കല്ല സമ്മാനം കൊടുക്കുന്നത്, 2 പേർക്കല്ല 3 പേർക്കാണ് നമ്മൾ ഇപ്രാവശ്യം സമ്മാനം കൊടുക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്, ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ട്. ഫസ്റ്റ് സെക്കൻഡ് എന്നൊന്നുമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ചിക്കൂസ് ഡൈൻ ഗിവ് അവയുടെ 2021 മെയ് മാസത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് കാണാം. സെലക്ട് ചെയ്യാം, ബാ. അപ്പോൾ ഈ റിസൾട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഡയറക്റ്റ് റെസിപ്പിയിലോട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ള മെയിലുകളുടെ എണ്ണം 28,334 മെയിലുകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഓരോ മെയിലിലും ഓരോ സീരിയൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ ഇവിടെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത് ആ നമ്പർ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. 28,334 അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ഫസ്റ്റ് നമ്പർ വന്നത് 06998 6998 ആണ് നമ്പർ. നമുക്കത് ആരാ നോക്കാം. 6998 അതാരാണ്? ബിനിഷ KP 951 @gmail.com. കൺഗ്രാജുലേഷൻ, നമ്മുടെ ഫസ്റ്റ് വിന്നർ ബിനിഷ KP ആണ്. പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് വിന്നർ ആരാണെന്ന് നോക്കാം. അപ്പോൾ ഇനിയും അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. 28,334 സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്പർ 11564 11564 ആരാണെന്ന് നോക്കാം. അത് വരുന്നത് NS Amina 2001 @gmail.com. NS Amina 2001 @gmail.com. കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇനി നമുക്ക് തേർഡ് വിന്നർ ആരാന്ന് നോക്കാം. ഇനിയും നമ്മൾ സെയിം നമ്പർ തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. 28334 സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്പർ 25291 25291 ആരാണ്? അടുത്ത ആളാരാണ്? അപ്പൊ അത് വന്നിരിക്കുന്നത് സോന സാബു അമ്മു 1234 @gmail.com. കൺഗ്രാജുലേഷൻ സോന സാബു അമ്മു. പേര് ഇതൊക്കെ തന്നെയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും കൺഗ്രാജുലേഷൻ 3 വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവയുടെ 2021 മെയ് മാസത്തെ വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻസ്. എല്ലാവരും നമ്മുടെ വിന്നേഴ്സിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തോളൂ കേട്ടോ.
പിന്നെ വിന്നേഴ്സിന് നമ്മളിവിടുന്ന് ഒരു മെയിൽ അയക്കുന്നതാണ്. അതിന് റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും പിന്നെ നിങ്ങൾക്ക് ഏത് സമ്മാനമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അയച്ചാൽ മതി. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. പിന്നെ സമ്മാനങ്ങൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട. ഇനിയും ധാരാളം ഗിവ് അവേസ് വരുന്നുണ്ട്. അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസമൊക്കെ ഗിവ് അവേ വെക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, chikkustangiveaway@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മാത്രമേ അയക്കാവുള്ളൂ. പിന്നെ ഈ ഒരു ഗിവ് അവയെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി മോസറല്ല ചീസ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ നല്ല ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിന്റെ റെസിപ്പിയും കാണാം. അപ്പോൾ നമ്മുടെ മോസറല്ല ചീസ് ഉണ്ടാക്കാനായിട്ട് ഇതിനു വേണ്ടി ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് വിനീഗറാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ വിനീഗർ നമുക്ക് 1/4 കപ്പിന്റെ പകുതി, അതായത് 1/8 കപ്പ്, 2 ടേബിൾ സ്പൂണോളം വരും. അത് നമുക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടെന്ന് വെച്ചാൽ നമുക്ക് കൈയൊക്കെ മുക്കാൻ പറ്റുന്ന പാകം, ഇത്രയുള്ള ചൂട്, അത് മതി. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി അവിടെ വെക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. 1 പാക്കറ്റ് പാലാട്ടോ എടുക്കുന്നത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ചീസ് ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ 1 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് മിൽമയുടെ നീല പാക്കറ്റ് ഉണ്ടല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഒരുപാടങ്ങ് ചൂടായി പോരുത്. നമ്മൾ സാധാരണ ക്രീം ചീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തിളച്ച പാലിലേക്കാണ് നമ്മൾ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒക്കെ ഒഴിക്കുന്നത്. അതേസമയത്ത് നമ്മൾ മോസറല്ല ചീസിന് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, ചൂടുണ്ടാവണം, അത്ര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോസറല്ല ചീസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. ഒന്നുമില്ല, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം തണുത്ത പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കൂടുതൽ ചൂടാവും, മോൾ ഭാഗത്ത് ചിലപ്പോൾ ചൂടായി വരില്ല. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ചൂടായിട്ടുണ്ടോ എന്ന് നമ്മൾ വിരൽ മുക്കി നോക്കണം. വിരൽ മുക്കി നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാൽ ഇതിൽ കൂടുതൽ ചൂടായാൽ നമുക്ക് വിരൽ മുക്കാൻ പറ്റില്ല. ആ ഒരു ചൂടാണ് കേട്ടോ. നമ്മുടെ തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വിരൽ തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ മതി. ഒരുപാട് ചൂടായാൽ പിന്നെ പനീറിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറിലേക്ക് പോയി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചൂട് മതി. ഇനി നമുക്ക് തീയങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എത്ര വേണ്ടി വരും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അത് ഓരോ പാലിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമുക്ക് ഇത് മതിയാകും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ വേണ്ടി വരും. കാരണം ഈ മോസറല്ല ചീസ് ഉണ്ടാക്കുന്ന സമയത്ത് വിനീഗർ തന്നെ എടുക്കണം. വിനീഗർ ഒഴിക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. നമ്മളത് അവസാനം കഴുകി കളയും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ആദ്യമേ ഒരുമിച്ച് മുഴുവൻ ഒഴിക്കേണ്ട, കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്താൽ മതി. നമുക്ക് കാണാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആ പാലിൻ്റെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ മാറി വരുന്നത് കാണാം. ആദ്യം ഒഴിക്കുമ്പം അധികം ഒന്നും വലിയ അനക്കമൊന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പം ഇപ്പം കുറേശ്ശെ അങ്ങ് ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ബാക്കി മുഴുവനായിട്ട് ഞാൻ അങ്ങ് ഒഴിക്കുകയാണ്. ഇപ്പം ഇതാ ഒരു ചീസ് ഇങ്ങനെ നല്ല എന്താ പറയുക, സാധാരണ പാല് പിരിയുന്ന പോലെ അല്ല പിരിഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടെ ഒരു ഉണ്ട പോലെ ഉരുണ്ട വന്നിരിക്കുന്നത്. മറ്റേതെല്ലാം കൂടെ പിരിഞ്ഞ് കഷ്ണങ്ങളായി കിടക്കത്തില്ലേ, അതുപോലെയല്ല. ഇതെല്ലാം കൂടെ ഉണ്ട പോലെ ഉരുണ്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് അങ്ങ് എടുക്കാം. അതുകൊണ്ട് അത് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിങ്ങനെ ഒരു വലിഞ്ഞ് ആണുള്ളത്. അപ്പം ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് പിഴിഞ്ഞ് കളയാം. ചൂടുണ്ടെങ്കിലും നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാണ്. അധികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ചൂടൊന്നുമില്ല. ഇപ്പം നമ്മൾ ക്രീം ചീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചർ ആയിരിക്കില്ലല്ലോ. ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റില്ല. ഇനി നമുക്കിതാ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെയാണ്. അത് നമുക്ക് കൈ മുക്കാനും പറ്റും. ആ ഒരു പരുവാണ്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുന്ന പോലെ നമുക്ക് എടുക്കുക, പിഴിഞ്ഞ് കളയുക. ഒന്നുകൂടെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കി പിഴിഞ്ഞ് കളഞ്ഞ് അങ്ങ് എടുക്കുക. അത് നമ്മൾ ഡയറക്റ്റ് തണുത്ത വെള്ളത്തിൽ കൊണ്ടിടുകയേ ചെയ്യരുത്. തണുത്ത വെള്ളത്തിലിട്ടാൽ ഇപ്പം ഇതെല്ലാം ഇങ്ങനെ പിരിഞ്ഞ് പോകും. അതുകൊണ്ട് നമ്മൾ ചൂട് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കുറച്ച് നല്ല കൂടുതൽ വെള്ളത്തിലിടാം. വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ നമുക്കിതുപോലെ വാഷ് ചെയ്ത് കളയാം. എടുക്കുന്ന സമയത്ത് വെള്ളം ചൂടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതുണ്ട് നമ്മളിപ്പം എല്ലാം ഉരുട്ടി എടുത്തിട്ടും ഈ വെള്ളത്തിനകത്ത് ഒരു തരി പോലും നമ്മുടെ ഈ ചീസിൻ്റെ അംശമൊന്നുമില്ല, വെറും വെള്ളം മാത്രമാണ്. എല്ലാ ചീസും എല്ലാം കൂടെ ഉരുണ്ട് കൂടിയിട്ടാണുള്ളത്. ഇനി നമുക്കിതിലെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞങ്ങ് കളയാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തായാലും ചെറിയൊരു ഉപ്പും കാണും. അപ്പോൾ ഉപ്പിട്ട് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനും നല്ലതാണ്. അപ്പം മുഴുവനായിട്ടങ്ങ് പിഴിഞ്ഞ് കളയാം.
നല്ല പ്രസ് ചെയ്ത് കളയാം കേട്ടോ വെള്ളം. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി വരും കേട്ടോ. അതിൻ്റെ ഉള്ളിലും ഫുള്ള് വെള്ളം കയറിയിട്ടാണ് അങ്ങ് വലുതായി വീർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 1/2 ലിറ്റർ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പീസൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ഇത് മാത്രമായാലും മതി, കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പിഴിയാനായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തുണിയിലേക്ക് ഇടുകയാണ്. വെള്ള തുണിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പതുക്കെ അങ്ങ് പ്രസ് ചെയ്ത് ആ വെള്ളം മുഴുവൻ അങ്ങ് കളയാം. ഇനി നമുക്കിതുപോലെ ഒരു ക്ലിംഗ് റാപ്പിൽ ഇതങ്ങ് പൊതിഞ്ഞ് വെക്കാം. ക്ലിംഗ് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചിരുന്നാലും മതി. അതിലങ്ങ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങ് ഉരുട്ടി അങ്ങ് വെക്കാം. നമുക്കിതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഒരു ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിരുന്നാലും മതി. മിനിമം 2 മണിക്കൂർ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ച് നാളെ എടുക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെച്ചതാണ് കേട്ടോ. ഞാൻ രാത്രിയായിരുന്നു ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ നല്ല പെർഫെക്റ്റ് മോസറല്ല ചീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ഷൈനിങ് ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട് മോസറല്ല ചീസ്. ഇതാണ് നമ്മുടെ മോസറല്ല ചീസ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മോസറല്ല ചീസ് പോലെയാട്ടോ ഉള്ളത്. ഇത് നമുക്കിനി പിസ്സയിലൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി. എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഈ ഒരു മോസറല്ല ചീസ് വെച്ചിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ. വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ലൈസിലേക്ക് കുറച്ച് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടറോ മയോണൈസോ ഏതായാലും മതി. ബട്ടർ തേക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. സോൾട്ടഡോ അൺസോൾട്ടഡോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. സോൾട്ടഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന അൺസോൾട്ടഡ് തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള അത് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 പീസ് വെച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ തക്കാളി വട്ടത്തിൽ മുറിച്ചത്, അതും വട്ടത്തിൽ മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിരുന്നാലും മതി. ഇനി നമ്മുടെ മോസറല്ല ചീസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് കട്ട് ചെയ്തിട്ടൊരു 3 പീസ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ലൈസിൽ കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുകയാണ്. കുറച്ച് നല്ലപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചൂടായി കിടക്കുന്ന പാനിലേക്ക് കുറച്ച് ബട്ടർ ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ചീസ് ഉള്ളിലുള്ളതുകൊണ്ട് നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കണം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടച്ചു വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചീസ് ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ആ ചീസ് മെൽറ്റായി കിട്ടില്ല. അപ്പോൾ ഇത് ഏത് ചീസായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായാലും അങ്ങനെ തന്നെയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാകും ആ സൈഡ്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈ മോസറല്ല ചീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടോടുകൂടി തന്നെയുള്ളൂ അതിൻ്റെ ആ ഒരു വലിച്ചിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ നമ്മളത് കഴിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു വലിഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ സൈഡിൽ ബട്ടറാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിയും. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പം ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മുടെ തീയുടെ ചൂടിനനുസരിച്ചൊക്കെ ഇരിക്കും. ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം നമ്മുടെ മോസറല്ല ചീസ് വലിഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു പിസ്സ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാണ്. ഞാനതൊന്നും കറക്റ്റായിട്ട് മുറിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇതൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഡയറക്റ്റായിട്ട് കടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്ന് മുറിച്ചിങ്ങെടുക്കാം. ഇതാക്കണ്ട വലിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ മോസറല്ല ചീസ്. അടിപൊളി. ഇങ്ങനെയല്ലേ ഉണ്ടാവുക. നമ്മളിത് കുറച്ചുകൂടെ കൂടുതലൊക്കെ ഇടുകയാണെങ്കിൽ കൂടുതലായിട്ട് വലിഞ്ഞ് കിട്ടും, കൂടുതലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ചെറിയ 3 പീസസ് അല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പം പിസ്സയിലൊക്കെ ഇടുകയാണെന്നായിട്ട് കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത്രയും അധികമൊക്കെ നമ്മളിപ്പോൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ ഇത്രയും വലിഞ്ഞ് കിട്ടണമെങ്കിൽ അത്രയും അധികം ക്വാണ്ടിറ്റി ഇടണം. അപ്പോൾ ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. അപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി. നല്ല പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ഉള്ളിലൊക്കെ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ സാൻഡ്വിച്ചിൻ്റെ അതേ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നേരത്തെ മോസറല്ല ചീസൊക്കെ ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ നല്ല കവർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്താ പറയുക, ഹെൽത്തി അല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോസറല്ല ചീസാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു മോസറല്ല ചീസ് ഉണ്ടാക്കുന്നതും ഈ ഒരു ഈസി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, stay positive. Bye.